അപ്പോൾ പേരൻറ്റിങ് ഒരു പരിധി വരെ നമ്മളെ കുട്ടികളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് വന്നോണ്ട് എടുത്തിട്ട് അടിക്കുകയല്ല വേണ്ടത്, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. അതിന് ചെവി കൊടുക്കാൻ പോലും സമയമില്ല ആർക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആക്ച്വലി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്, ഒരു സിംഗിൾ പേരൻറ്റിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ കൊല്ലത്താണ്, സജിനയുടെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കുറവ് അവനൊരിക്കലും ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഞങ്ങളതിനെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെയും നമ്മളവിടെ ഉണ്ട്. എല്ലാ വീക്കിലും ഞാൻ അവനൊരു അതായത് എൻ്റെ വർക്കില്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സജിനയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പല സമയങ്ങളിലും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അവൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. അവന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര ബിസിയാനും സമയം മാറ്റി വെക്കാറുണ്ട്. സജിനയായാലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ദൂരെ, ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത്, ഇപ്പോൾ ഷൂട്ടുമായിട്ട് എറണാകുളത്ത് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്നായാലും വീഡിയോ കോളിലായാലും അവൻ്റെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊക്കെ സമയം കൊടുക്കുന്നു. കാരണം ഇവർക്ക് അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപെടുക, അവർക്ക് ചെവി കൊടുക്കുക, ഇതൊരു പ്രധാന കാരണമാണ്. സമയം കൊടുക്കുക. ഈ സ്നേഹം കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ ഈ തലമുറയ്ക്ക്. അല്ലാതെ നമ്മൾ അവൻ അങ്ങനെ ആയിപ്പോയി, അവനൊരു കുറ്റക്കാരനായ ശേഷം വേറെ ഒന്നും തിരക്കുന്നില്ല. അവനെ അങ്ങ് കുറ്റക്കാരനെ മുദ്രകുത്തിപ്പെട്ട് അവൻ എങ്ങനെ ആയി എന്നുള്ള അതിൻ്റെ റൂട്ട് കോസ് ഒന്നും മനസ്സിലാക്കാതെയാണ് അവനെ പഴിക്കുന്നത്. അതിന് എല്ലാവരും ഉത്തരവാദികളാണ്.